രണ്ടാളും കൂടി ലെൻസ് കാട്ട് പോവാൻ കേട്ടോ. അപ്പോൾ ഞാനും സുഹൈറുണ്ട്. ഉച്ചയ്ക്ക് ശേഷമാണ് ഇറങ്ങുന്നത്. ചെടി കുഴിച്ചിട്ടിട്ടില്ല, ചെടിക്കുള്ള മണ്ണ് കിട്ടിയിട്ടില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ കുഴിച്ചിടും. മീനാക്ഷയ്ക്ക് ഒരു ചാക്ക് കൊടുക്കാണ്ടായിരുന്നു, അപ്പം അതിന് വേണ്ടിയിട്ട് കയറിപ്പോയതാണ്. മീനാക്ഷയ്ക്കിൻ്റെ റൂം മുകളിലാണ്. ഇവിടെ നടക്കാനുള്ള ദൂരമാണ് കേട്ടോ ഉള്ളത്. നടന്നു പോവാണ്. ഞങ്ങൾ ലൊക്കേഷൻ ഇട്ടിട്ടാണ് കേട്ടോ പോണേ, അല്ലാതെ ഞങ്ങൾക്ക് വഴി അറിയില്ല. അപ്പോൾ അതിലൊരു 8 മിനിറ്റാണ് കാണിക്കുന്നത്. പക്ഷെ നമുക്ക് 10 മിനിറ്റ് ഗണപതിക്ക് തന്നെ നടക്കാനുണ്ട്. ഗണപതിയിൽ അങ്ങോട്ട് കുറച്ചും കൂടി നടക്കാനുണ്ട് എന്നാണ് കാണിക്കുന്നത്. എനിക്ക് അറിയില്ല ദൂരമൊക്കെ. നമ്മൾ പോയി നോക്കാൻ കുറേ ആയി ഞങ്ങൾ പോകണം വിചാരിച്ചിട്ട്. ഞങ്ങൾ ഗണപതി എത്താറായിട്ടോ. നല്ല ഇവിടെ ഇങ്ങനെ എല്ലാവർക്കും ഒരുപാട് പൂക്കച്ചവടക്കാരുണ്ടാവും കേട്ടോ. അവരെന്നും പൂവ് വയ്ക്കുന്നതുകൊണ്ട് പൂവ് നല്ല ഉണ്ടാവും കേട്ടോ എപ്പോഴും. ഇവിടെ ഉണ്ട് കേട്ടോ ഒരുപാട് ചക്ക. ചക്കയ്ക്ക് ഇവിടെ പറയാം പളാപ്പളം എന്നാണ്. പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഉണ്ടാക്കുന്നത് ഞങ്ങൾ നടന്നു പോകുമ്പോൾ ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടാണ് ഇപ്പോൾ പോണേ. ഇവിടെ എത്താറായിട്ടോ ഞങ്ങൾ. നല്ല കയ്യിലായിരുന്നു, അപ്പോൾ ഷാളൊക്കെ ഇട്ട് ഇറങ്ങിയതാട്ടോ. ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ ഈ റൂട്ട് വരുന്നത്. ഞാൻ ഒരു വട്ടം വന്നിട്ടുണ്ട് ജിലുവിൻ്റെ കൂടെ, പിന്നെ എപ്പോഴാണ് കേട്ടോ വരുന്നത്. ഞങ്ങളിങ്ങനെ നടക്കുകയാണ് കേട്ടോ. ഇതിവിടെ റോഡ് സൈഡിലൊക്കെ ഉണ്ടാവും കേട്ടോ. ആര്യവേപ്പാണേ കേട്ടോ, മരുന്നാണ്. ആര്യവേപ്പ് ഇവിടെ എല്ലായിടത്തും ഉണ്ടാവും കേട്ടോ. കേട്ടോ ഈ കാണുന്ന മരമൊക്കെ ആര്യവേപ്പിൻ്റെ മരമാണ്. സുഹൈർ എന്നൊന്നും കൂട്ടാണ്ട് പോകുന്നുണ്ട് കേട്ടോ. ഞാൻ വീഡിയോ എടുത്ത് ഇങ്ങനെ പോവാണ്. ഇവിടുത്തെ ഹയർ സെക്കൻഡറി സ്കൂളാണത്. ബസ് ഉണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങൾ നടന്നു പോകാനുള്ള ദൂരമുള്ളൂ വിചാരിച്ച് നടന്നതാണ്. പക്ഷെ അത്യാവശ്യം ദൂരമുണ്ട്. ഈ പോണതൊക്കെ ഫ്രീ ബസ്സാണ് കേട്ടോ. ലേഡീസിന് പൈസ കൊടുക്കുക വേണ്ട. ഞാനൊരു പൊട്ടത്തരം കാണിച്ചേ. ഞാൻ കണ്ണ് ടെസ്റ്റ് ചെയ്ത് എൻ്റെ ചീട്ട് എടുക്കാൻ മറന്നു. അപ്പം ഞാൻ അതെടുക്കാൻ വേണ്ടി പോവാണ്. സുഹൈർ അവിടെ നിൽക്കും. ഞാനത് പോയിട്ട് പെട്ടെന്ന് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അതിൽ പോവാണ്. ലെൻസ് കാട്ട് എത്തിട്ടോ. കുറച്ച് ദൂരം നടക്കാണ്ടിരുന്നു. ബസ്സിനാണെങ്കിൽ ഇത്ര ദൂരം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇവിടെ എത്തി. എല്ലാ ബ്രാഞ്ചിലും സെയിം ഓഫർ തന്നെയാണ് കേട്ടോ ലെൻസ് കാർട്ടിൽ വരുന്നത്. ബൈ 1 get 1 ആണ് ഞങ്ങൾ എടുക്കുന്നത്. നിങ്ങൾ ഈ നോക്കുന്ന സെക്ഷൻ ഇല്ലേ, ഈ ഫ്രെയിം മൊത്തം 2000-ൻ്റെയാണ്. കണ്ണട നോക്കാനുണ്ടോ? ഒന്നും അത് ഇഷ്ടപ്പെടുന്നില്ല. രണ്ടുമാണ് ഇപ്പോൾ ഒന്ന് സെലക്ട് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. എനിക്കൊന്നൊന്നും മാച്ച് ആവുന്നില്ല കേട്ടോ. ഞാൻ ഒരുപാട് നോക്കിയിട്ടാണ് എനിക്കൊന്ന് കിട്ടിയത് കേട്ടോ. സുഹൈർ പിന്നെ പെട്ടെന്ന് തന്നെ അവൾക്കുള്ളത് സെലക്ട് ചെയ്തു കേട്ടോ. അവൾക്ക് ഇഷ്ടപ്പെട്ടു, അവളത് മതി എന്ന് പറഞ്ഞു. പിന്നെ മൊത്തം ഞാനാണ് നോക്കുന്നത്.
അവളുടെ അടുത്ത് കണ്ണട എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇതാണ് അവൾക്ക് ഇഷ്ടപ്പെട്ടതും അവൾക്ക് അത്യാവശ്യം ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതെടുക്കാൻ ഞങ്ങളിവിടെ ബസ് വെയിറ്റ് ചെയ്തിട്ടാണ്. ഫ്രീ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ കേട്ടോ. നല്ല തിരക്കുണ്ട്. അങ്ങനെ ബസ്സിൽ കയറി പോവാണ്. ഞങ്ങളിനി ജ്യൂസ് കുടിക്കാൻ പോവാണേ. നല്ല ക്ഷീണിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ജ്യൂസ് കേടാ ഐസ്ക്രീം ആണ് ആദ്യം വന്നേ. കൊള്ളാമോ? കോയമ്പത്തൂർ വരുമ്പോൾ ഇവിടെ വന്നൊരു ജ്യൂസ് കുടിക്കുക കേട്ടോ. ആദ്യം ഞങ്ങൾ ഇവിടെ വരുമ്പോൾ ഇവിടെ ഒരു ജഗ്ഗിൽ ജ്യൂസ് കിട്ടുമായിരുന്നടി. അതാ ഞാൻ ചോദിച്ചത്. അതിപ്പോൾ ഇവിടെ ഇല്ലാന്ന്. ഞാൻ പൈനാപ്പിൾ ജ്യൂസാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അങ്ങനെ അതും വന്നു. എണ്ണ തീർന്നുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് കുറച്ച് ഓയിൽ മേടിച്ചു. റൂം എത്താറായി കേട്ടോ. ഇവിടെ എന്തോ അമ്പലത്തിൽ പരിപാടി ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഈ ലൈറ്റൊക്കെ ഇട്ടേക്കുന്നത്. കുറച്ച് ദിവസമായി ഈ ലൈറ്റ് ഇവിടെ കാണുന്നു. കയ്യിലെടുത്തു. ഇതിലൊക്കെ കൊടുക്കാം. ആ കാണുന്ന പച്ചക്കറി കടയാണ്. ഞങ്ങൾ സ്ഥിരമായിട്ട് പച്ചക്കറി മേടിക്കണ കാണാം. നാളത്തേക്ക് ഞങ്ങൾക്ക് ഇനി ഒന്നും മേടിക്കാമല്ലോ. അതുകൊണ്ടൊന്നും മേടിക്കണില്ല. ഇവിടെ അങ്ങനെ ചീരയൊക്കെ ഉണ്ടാവും. ഫുൾ ചീരയാണേ. അമ്പലത്തിൽ പരിപാടി നടക്കുന്നത്. പക്ഷെ ഇതുവരെ പോകാൻ പറ്റില്ല. ഭദ്ര വന്നിട്ട് വേണം പോവാൻ. ഭദ്ര നാട്ടിലാണ്. ഭദ്ര ഇന്ന് നാട്ടിൽ നിന്ന് വരും. ഇനിയൊരു ദിവസം പോകണം. നിങ്ങൾ റൂം എത്തിട്ടോ. ആ നിൽക്കുന്നതാണ് മീനാക്ഷി അക്ക കേട്ടോ. அம்மா பால் வாங்க போறாங்க. இவளை தூக்கிட்டு போகணும். பால் எங்க போய் வாங்கும்? கோபால்சாமி கோயில் கிட்ட. அச்சடா. தூக்கிட்டு போகணும்ல, நடக்கணும்ல. அதனால விட்டுட்டு போனா அழுகிறேன். இந்த தண்ணி வந்திருக்கு. ചട്ടിയിൽ കുറച്ച് മണ്ണ് നിറയ്ക്കാൻ വേണ്ടി പോവാണ്. നടക്കെ. ഈ ചന്ദ്രൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നാണ് കേട്ടോ സുഹൈറ. പക്ഷേ ഫോണിലെടുത്തിട്ട് ക്ലിയർ കിട്ടുന്നില്ല. ഇവിടെ കേട്ടോ മണ്ണ്. ഒരുപാട് മണ്ണൊന്നുമില്ല. ഇതൊരു ചെടിയില്ലാതെ ചട്ടിയിൽ മണ്ണ് ഞാൻ എടുക്കും. ഇങ്ങനെ ഇരിക്കാനും വയ്യ. ഇതാ ഇത് പ്ലാസ്റ്റിക് മേടിച്ചതാ. 25. വന്നപ്പോ ഞങ്ങക്ക് കൊണ്ടുവന്നാണ് ഗിഫ്റ്റ്. ചിക്കൻ ഫ്രൈ. ഇതാണ് കേട്ടോ ചിക്കൻ ഫ്രൈ. അവള് കൊണ്ടുവന്നതാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. ഈ സാധനം